മാം ഇന്നിപ്പോൾ നമുക്ക് പൊതുവേ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ സൂരജ് സാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പൊതുവെ കഴിഞ്ഞ കുറച്ച് നാളിൽ നിന്ന് ആ ഒരു കറക്ഷൻ മോഡിൽ നിന്ന് വീണ്ടും ഒരു ആശ്വാസം പകരുന്ന തരത്തിലുള്ള പ്രകടനമാണ് ഈ ഒരു വീക്കിൽ ത്രൂ ഔട്ട് ദ വീക്ക് ഇപ്പോൾ നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2020 തൊട്ടുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ മാർച്ച് ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകിയ മന്തായിട്ടാണ് ചരിത്രം പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു മൂവ്മെൻറ്റിനെ, ഇപ്പോൾ നടക്കുന്ന ഒരു മൂവ്മെൻറ്റിനെ മാം നോക്കിക്കാണുന്നത്? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വന്നിട്ടുള്ള മൂവ്മെന്റ്സ് ഭയങ്കര നല്ലതാണ് നിഫ്റ്റിയില്. ഇപ്പൊ നമ്മുടെ ഡൗൺ ട്രെൻഡ് ഒരു ലൈൻ ഉണ്ടായിരുന്നു, നമ്മൾ ഡെയിലി ചാർട്ട് വരച്ചാലും അവർലി ചാർട്ട് വരച്ചാലും ഒക്കെ ഉണ്ടായിരുന്നു. ആ ലൈനിനെ ക്രോസ് ചെയ്തിട്ട് മുകളിൽ പോയി നിൽപ്പുണ്ട് നിഫ്റ്റി. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം ഈ ഒരു ട്രെൻഡ് ലൈനിനെ അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചത് അതൊരു വലിയ കാര്യമായിട്ട് നമ്മൾ കരുതണം. ഇൻവെസ്റ്റേഴ്സിന് അതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന 23,250 ലെവല്, ആ ലെവല് കുറച്ചു നേരമെങ്കിലും അവിടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ട്രെൻഡ് ലൈനിന്റെ ഡൗൺ സൈഡിൽ ഏകദേശം ആ 20 ഡേ മൂവിംഗ് ആവറേജ്, 8 ഡേ മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്യുന്ന ഒരു ലൈൻ ഫോം ചെയ്യുന്ന ഒരിടമാണ് 22,800 എന്ന് പറയുന്ന ലെവല്. അവിടെ വന്നിട്ട് നിഫ്റ്റി കുറച്ചു നേരമെങ്കിലും നിൽക്കുകയോ അല്ലെങ്കിൽ ഇതേ പൊസിഷനായ 23,250 23,500 കുറച്ചു നേരം നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലോണം ഒന്ന് മൂവ് ചെയ്ത് മുകളിലോട്ട് 2,400 ലെവൽ വരെ പോകാനുള്ള സാധ്യത ഇത് തന്നെയാണ് ബാക്കിയുള്ള സെക്ടർ ഫണ്ടുകളുടെ അവസ്ഥ. ഇപ്പൊ നമ്മൾ ബാങ്കിങ് തന്നെ നോക്കുകയാണെങ്കിൽ അതിൽ ശരിക്കും കുറച്ചും കൂടെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ആണ് ചാർട്ടിൽ കാണാൻ കഴിയുന്നത്. അവിടെ ഒരു W ബോട്ടം ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അവിടുന്നാണ് നിഫ്റ്റി ബാങ്ക് തിരിച്ച് എഴുന്നേക്കാൻ തുടങ്ങുന്നത്. നമുക്ക് അവിടെ ഒരു റീടെസ്റ്റ് നടത്തിയിട്ട് ഒരു 50,000 ലെവലിൽ റീടെസ്റ്റ് നടത്തിയിട്ട് ഇത് മേളിലോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വീണ്ടും 54,000 ലെവൽ കാണാനുള്ള ചാൻസും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.